ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല കേരള സ്റ്റൈലിൽ വെച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കുറച്ച് സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ കറി. കുറച്ച് ചാറൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഒക്കെ പെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. മുളക് പൊടിയൊക്കെ ഇടുന്നത് കാണുമ്പം നിങ്ങൾക്ക് തോന്നാം ഒരുപാട് എരി ഉണ്ടായിരിക്കുമെന്ന്, പക്ഷേ അങ്ങനെയല്ല. കറി പാകമായി കഴിയുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നിങ്ങൾ വീഡിയോ മൊത്തം കാണണം, ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് പോകരുത് കേട്ടോ. ഞാനിവിടെ ചിക്കൻ കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ മറ്റോ ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ചിക്കൻ കറിക്ക് നാടൻ രുചി വരുന്നത്. ചൂട് വെളിച്ചെണ്ണയിലേക്ക് ഞാൻ അരിഞ്ഞ് തേങ്ങാക്കൊത്തിട്ട് വഴറ്റുകയാണ്. ഒരു 1/4 മുറി തേങ്ങ അരിഞ്ഞെടുക്കണം. ഇവിടെ എല്ലാവർക്കും തേങ്ങാക്കൊത്ത് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാനൊരൽപ്പം കൂടുതലാണ് ഇടുന്നത്. ഇനി തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരും വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. തേങ്ങാക്കൊത്ത് മൂത്ത് ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 സവാള അരിഞ്ഞത് ഒരല്പം ഉപ്പ് കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. സവാള നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി വഴന്ന സവാളയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കീറിയ പച്ചമുളകും ചേർത്ത് വഴറ്റാം. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് മസാലയൊന്ന് മൂത്ത് പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. മസാല മൂത്ത മണം വരുന്നുണ്ട്. ഇനി നമുക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരൽപ്പം വാടി കിട്ടണം. ഇനി ഇതിലേക്ക് 1 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലവണ്ണം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഈ അടുപ്പൊന്ന് മാറ്റിയിട്ട് ചിക്കൻ കറി ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ചിക്കനിലെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ചിക്കൻ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടും. ദേ ഇവിടെ ചാറൊക്കെ കുറുകി ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
നെക്സ്റ്റ് ടൈം ചിക്കൻ കറി വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് റിവ്യൂസ് തന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്